4.82 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ളൊരു വീട് എവിടെയാണെന്നല്ലേ? കാക്കനാട് തുതിയൂരാണ്. സീപോർട്ട് റോഡിൽ നിന്ന് 1.5 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഈ വില്ല വരുന്നത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ്. ഏകദേശം 15ഓളം വില്ലകൾ വരുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രോജക്റ്റുള്ള ഒരു വീടാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വീടിനെ കുറിച്ചാണ്. മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻറ്റുകൾ അതിൻ്റെ എലിവേഷനിൽ വരുന്നുണ്ട്. ധാരാളം ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാൽക്കണി വരുന്നത്. അതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് താഴെയായിട്ട് നമുക്ക് ലാട്രൈ സ്റ്റോണിൻ്റെ ടൈലുകളും കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള എലിവേഷനിലാണ് വീട് വരുന്നത്. ഇനി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ്. വളരെ വലിയ റോഡാണ് കൊടുത്തിരിക്കുന്നത്. 4 മീറ്റർ വിഡ്ത്തുള്ള വലിയ റോഡ്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് റോഡിൽ നൽകിയിരിക്കുന്നത്. മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് മതിൽ വരുന്നത്. ചെറിയ ടെക്സ്ചർ വർക്കുകൾ മതിൽ വരുന്നുണ്ട്. ബോക്സ് ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. അതിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ ഗേറ്റ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് പെഡസ്റ്റൽ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗേറ്റ്. ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നമുക്ക് പെഡസ്റ്റൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റ് വരുന്നു. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. 2 വലിയ വാഹനവും ഒരു ചെറിയ വാഹനവും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസിലാണ്. എൻ്റെ പുറകിലായിട്ടൊരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെ വ്യൂ വർക്ക് കൊടുത്ത് നല്ലൊരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പില്ലറുകളാണ് വരുന്നത്. ഇവിടെ വലിയൊരു പില്ലർ വരുന്നത്. ഗ്രേ കളർ പെയിൻറ്റിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലാട്രൈ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു പില്ലർ ഇവിടെയും വരുന്നത്. നല്ല ഭംഗിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 കാറുകൾ പാർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്ന ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ഒരു ഗാർഡൻ സ്പേസും നൽകിയിരിക്കുന്നു. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചുള്ള ഡിസൈൻ വർക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് വീടുള്ളത്. ഇപ്പോൾ കിണറിലെ വെള്ളം കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം കാണാൻ പറ്റില്ല. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറകിലേക്കായിട്ട് മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. കയറി വരാം സിറ്റ് ഔട്ടിലേക്ക്. ഇതാണ് സിറ്റ് ഔട്ട്. അതിൻ്റെ പുറകിലായിട്ടൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. കട്ടിളകളും തേക്കൂട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള മെയിൻ ഡോറാണ്. മെയിൻ ഡോർ അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് മുഴുവൻ ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ TV യൂണിറ്റ് മൾട്ടിവുഡിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. കുറച്ച് കുയ്യൂരിയോസൊക്കെ വയ്ക്കാവുന്ന ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലൊരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് അല്പം കുറവായിരിക്കും. മുകളിൽ ഒരു ഷാൻലിയർ ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് ടെക്സ്ചർ വർക്ക് കാണാം. മുകളിൽ ഒരു ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ഒരു ജനൽ താഴെയും കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ റോഡുകളാണ് അഴികളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എഡിസൺ ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ അധികം കാണാത്ത ഡിസൈനിലുള്ളത് കൊടുത്തിരിക്കുന്നു. 3 ഫേസ് കണക്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ആർക്കി ഡ്രൈവ് ഇവിടെ വരുന്നുണ്ട്. അവിടെയും 2 ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വരാം നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ആ ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ക്ലാഡിങ് ടൈലുകൾ ഇവിടെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അതെല്ലാം പോളിഷ് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ട് തന്നെ. ഇവിടെയും ആ ക്ലാഡിങ് സ്റ്റോണുകൾ വരുന്നുണ്ട്. LED കൊടുത്തിരിക്കുന്നു. ജാഗ്വാറിൻ്റെ വാഷ് ബേസിൻ, ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ്, സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഡയമണ്ട് കട്ടിൽ അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വരുന്നത് കിച്ചനാണ്. കിച്ചണിലേക്ക് വരാം. ഇതാണ് കിച്ചൺ. കിച്ചണിൻ്റെ ഡോർ ഉപയോഗിച്ചിരിക്കുന്നത് വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള ഡോറാണ്.
സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് വരുന്നത്. തേക്കിൻ്റെ ഡിസൈനിലാണ് വാർഡ്രോബുകൾ കബോർഡുകൾ ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ്. ഇവിടെയാണ് സിങ്ക്, മാറ്റ് ഫിനിഷുള്ള സിങ്കാണ്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്, ഇവിടെയും ഒരു ജനൽ വരുന്നുണ്ട്. ഇവിടെ വാൾ ടൈലായിട്ട് വൈറ്റ് കളർ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന് പുറകുവശത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ കൂടി ലഭ്യമായിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ്. വർക്ക് ഏരിയ ചെയ്ത് എടുക്കാനുള്ളതാണ്. ഇവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് പോകാം ആദ്യത്തെ ബെഡ്റൂമിലേക്ക്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. 2 ബെഡ്റൂമുകളും ഡൈനിങ് സ്പേസിൽ നിന്നാണ് പ്രവേശനം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ്, വൈറ്റ് കളർ ടൈലുകൾ തന്നെയാണ് ഈ വീട്ടിൽ മുഴുവനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ പുറകിലൊരു 3 പാളി ജനലുണ്ട്. അത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ജനലാണ്. ഓരോ പാളികളിലെ 2 ജനലുകൾ ഇരുവശത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വലിയ വാർഡ്രോബാണ്. 3 വലിയ പാളികളുള്ള വാർഡ്രോബ്. ഒരുപാട് സ്പേഷ്യസ് ആണ്. മൾട്ടിവുഡിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ വരാനുണ്ട്. അത്യാവശ്യം ഡ്രോയറെല്ലാം താഴെയും കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറുകൾ PVC ഡോറാണ്. മാറ്റ് ഫിനിഷാണ് ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷിൽ കാർവിംഗ് ഡിസൈനിലാണ് ടൈലുകൾ വരുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ട് ഷവർ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് ഉപയോഗിച്ചിട്ട് കൺസീൽഡാണ്. ക്ലോസറ്റ് ഫ്ലഷ് ടാങ്ക് വരുന്നത്. ക്ലോസറ്റ് വാൾ ഹാങ്ങിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് അതിൻ്റെ ഡോറ് വരുന്നത്. കുറച്ചുകൂടി വലിപ്പമുള്ള ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ അല്പം കൂടി വലിപ്പമുള്ള ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. ഒരു ജനൽ ഇവിടെ വരുന്നുണ്ട്. വാർഡ്രോബ് ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് വരത്തക്ക രീതിയിൽ വാർഡ്രോബ് വരുന്നു. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ്. ഇവിടെ LED ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജനൽ വരുന്നത് ഈ വാർഡ്രോബിൻ്റെ അകത്താണ്. ഇവിടെ നമുക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഒരു കുഷൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള ഒരു സീറ്റും കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വാർഡ്രോബിന് പുറമെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വരാനുണ്ട്. സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാത്റൂം. സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റും ഗ്രേയും കളറിലുള്ള കാർബൺ ഡിസൈനുള്ള ടൈല് വരുന്നുണ്ട്. ഇവിടെ വാഷ് ബേസ് ഷവർ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഒരു വാഷ് ബേസിനും ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. അതിന് താഴെയായിട്ട് കുറച്ച് പോർഷൻ ഉണ്ട്. അവിടെ ഇൻവെർട്ടർ വയ്ക്കാം. ഇതാണ് സ്റ്റെപ്പുകൾ. സ്റ്റെപ്പിൽ സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ച അതേ ഗ്രാനൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിയിൽ മുഴുവൻ ക്ലാഡിംഗ് സ്റ്റോണുകൾ ഒട്ടിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ലാറ്ററൈറ്റ് സ്റ്റോണാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ്രൈറ്റ് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കഴിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. വാർഡ്രോബ് ഇവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ഹൈറ്റാണ്. ലിവിങ് ഏരിയയിൽ നിന്ന് മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഹാങ്ങിങ് LED കൊടുത്തിരിക്കുന്നത്. ഇവിടെയും പ്രൊഫൈൽ മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ വരുന്നത് ഒരു 2 ബെഡ്റൂമുകൾ, യൂട്ടിലിറ്റി, പിന്നെ ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഫോൾ സീലിംഗിലേക്ക് നോക്കിയാൽ ചെറിയ ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിരിക്കുന്നു. ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. എല്ലാ ബാത്റൂമുകളും നല്ല വലിപ്പമുള്ളതാണ്. സെയിം ടൈപ്പുള്ള ടൈലുകൾ, ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളേക്കാൾ അല്പം കൂടി വലിപ്പമുള്ളതാണ്. ഇവിടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണുന്ന ജനലാണ്. അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് മുകളിൽ വരുന്നുണ്ട്.
ഡ്രസ്സിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡ്രസ്സിങ് ഏരിയ. അതുപോലെ തന്നെ ബാത്റൂമും സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. എല്ലാ ബാത്റൂമുകളും സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 2.5 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. സീപോർട്ട് റോഡിലേക്ക് 1.5 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. 4.82 സെൻറ്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2100 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ അവയെ ഉണ്ട്. ഇനി യൂട്ടിലിറ്റി ഏരിയ കൂടി കാണാനുണ്ട്, ഒരു ബാൽക്കണിയും. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ സ്ഥാനമാണ് വരുന്നത്. മുകളിൽ പ്രസ് വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയറാണ്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് കണക്ഷൻ പോയിന്റ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 4.82 സെൻറ്റിലാണ് വീട് വരുന്നത്. 2100 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ള വീട്. ഭവൻ സാന്ദർശ വിദ്യാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് വരുന്നത്. നല്ല 15ഓളം വില്ലകൾ വരുന്ന കമ്മ്യൂണിറ്റിയുള്ള മനോഹരമായിട്ടുള്ള വീടാണ്. ഇതാണ് ബാൽക്കണി. ബാൽക്കണി ഒരു ചെറിയ ബാൽക്കണി മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കവേർഡ് സ്പേസ്, ഫുള്ള് കവേർഡ് സ്പേസ് തന്നെയാണ്. ഹാൻഡ് റൈലുകൾ സ്റ്റീലിലും ഗ്ലാസ്സിലുമായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി അവസാനം ഈ വീടിൻ്റെ വിലയാണ്. 95 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില ചോദിക്കുന്നത്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.